ഷിരൂരിൽ തിരച്ചിലുടൻ പുനരാരംഭിക്കുമെന്ന് കാർവാർ എം.എൽ.എ. സതീഷ് കൃഷ്ണസൈൽ. കാലാവസ്ഥ അനുകൂലമാകുകയും ഗംഗാവാലി പുഴയിലെ കുത്തൊഴുക്ക് കുറയുകയും ചെയ്തു. ഈശോ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരച്ചിൽ നടത്തുക. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, തിരച്ചിലുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നിലനിന്നിരുന്നു. കഴിഞ്ഞ ദിവസം അർജുൻ്റെ കുടുംബം കർണാടക സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ കുടുംബസമേതം അവിടെ പോയി പ്രക്ഷോഭം നടത്തും എന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇപ്പോഴിതാ തിരച്ചിൽ തുടരുമെന്നാണ് സ്ഥലം എം.എൽ.എ. പറഞ്ഞിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ ആനന്ദ്? അനിൽ നമ്പ്യാർ അല്പസമയം മുമ്പാണ് കാർവാർ എം.എൽ.എ. സതീഷ് സൈൽ മാധ്യമങ്ങളോട് ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യം വ്യക്തമാക്കിയത്. ഈ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നും ഈ ഗംഗാവലിയിലെ കുത്തൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്, അത് ഏതാണ്ട് 2 നോട്ടിക്കൽ മൈൽ വേഗതയിലാണ് ഇപ്പോൾ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരച്ചിലിന് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമാണുള്ളത്. മാത്രമല്ല മഴ മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥയും ഉണ്ട്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ നാളെ മുതൽ പുനരാരംഭിക്കുമെന്നാണ് സതീഷ് സൈൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഈ ഗംഗാവലി പുഴയിൽ ഈ ഈശ്വർ മാൽപ്പയുടെ, അതായത് മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏതാണ്ട് 2 മണിക്കൂറോളം ഇത്തരത്തിൽ പുഴയിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ നേവി സംഘം രാവിലെ 9 മണിയോടുകൂടി ഈ പുഴയിൽ തിരച്ചിൽ നടത്തുമെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും പക്ഷേ രാവിലെ നേവി സംഘം ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടില്ല. ഔദ്യോഗികമായിട്ടുള്ള ചില അനുമതികളുടെ തടസ്സമുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈശ്വർ മാൽപ്പയും നേതൃത്വമുള്ള സംഘം, അതായത് മത്സ്യത്തൊഴിലാളി അടക്കമുള്ള സംഘം ഇപ്പോൾ പുഴയിലിറങ്ങിക്കൊണ്ട് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ തന്നെ അത്തരത്തിൽ കണ്ടെത്തിയ ലക്ഷ്യസ്ഥാനത്തിനടുത്ത് തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. മുങ്ങിക്കൊണ്ടുള്ള തിരച്ചിലാണ് നടത്തുന്നത്. ഈ കുടുംബം വളരെ വൈകാരികമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പ്രധാനമായും അർജുന്റെ സഹോദരിയും പിതാവും അടക്കമുള്ള ആളുകൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ തിരച്ചിൽ പുനരാരംഭിച്ചില്ലെങ്കിൽ തങ്ങൾ കുടുംബസമേതമായി കർണാടകയിലേക്ക് പോയിക്കൊണ്ട് അത്തരത്തിൽ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ നീങ്ങേണ്ടി വരും എന്നാണ് അറിയിച്ചത്. എന്തായാലും ഇന്ന് ഇതേ തുടർന്ന് തന്നെ രാവിലെ മുതൽ തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ ഈ സമയം വരെ, അതായത് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് വരെ തിരച്ചിൽ ആരംഭിച്ചിരുന്നില്ല. അതിന് മുമ്പാണ് ഈ കാർവാർ എം.എൽ.എ. ഈ തിരച്ചിൽ തുടങ്ങുന്ന ഒരു കാര്യം, അതായത് പുനരാരംഭിക്കുന്ന ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തിയതും ഇപ്പോൾ ഈ ഈശ്വർ മാൽപ്പയുടെ സംഘം പുഴയിലിറങ്ങിക്കൊണ്ട് തിരച്ചിൽ നടത്തുന്നതും.